നമസ്കാരം, നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. എന്നും പൊതുജനങ്ങൾ ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് മിക്ക നേതാക്കളുടെയും സ്വത്ത് വിവരങ്ങളും അവർക്ക് ലഭിക്കുന്ന ശമ്പളങ്ങൾ എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിൽ ഏറ്റവും കൂടുതൽ അറിയാൻ ആകാംക്ഷ പ്രകടിപ്പിക്കുന്നതോ പ്രധാനമന്ത്രിയുടേത് തന്നെയാകും. അതിലൊരുവിധ സംശയവുമില്ല. കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അന്നേരം മുതൽ ജനങ്ങൾ ഉറ്റുനോക്കുകയാണ് ആ വിവരങ്ങൾ അറിയാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയത്. ഏകദേശം 3.02 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ സ്വന്തമായി ഉണ്ടെന്നും 52,920 രൂപ പണമായി കൈവശമുണ്ടെന്നുമാണ് നരേന്ദ്രമോദി സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം സ്വന്തമായി സ്ഥലമോ വീടോ കാറോ ഇല്ലെന്നും മോദി പറയുന്നു. 2018-19 സാമ്പത്തിക വർഷത്തിലെ 11 ലക്ഷത്തിൽ നിന്ന് 2022-23 23.5 ലക്ഷമായി പ്രധാനമന്ത്രിയുടെ നികുതി വിധേയ വരുമാനം ഇരട്ടിയായി എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. മോദിക്ക് SBIയിൽ 2 അക്കൗണ്ടുകളാണുള്ളത്. SBIയുടെ ഗാന്ധിനഗർ ശാഖയിൽ 73,304 രൂപ നിക്ഷേപമായുണ്ട്. എന്നാൽ വാരണാസി ശാഖയിലോ 7,000 രൂപ മാത്രമേ കൈവശമുള്ളൂ. മോദിക്ക് SBIയിൽ 2,85,60,338 രൂപയുടെ സ്ഥിര നിക്ഷേപവുമുണ്ട്. തന്റെ പക്കൽ 2,67,750 രൂപ വിലമതിക്കുന്ന 4 സ്വർണ്ണ മോതിരങ്ങളുമുണ്ട് എന്ന് നരേന്ദ്രമോദി സത്യവാങ്മൂലത്തിൽ പറയുന്നു. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ നിക്ഷേപമായി 9.12 ലക്ഷം രൂപയുണ്ട്. NSEയിലെ നിക്ഷേപം 2019 7.61 ലക്ഷത്തിൽ നിന്ന് ഏകദേശം 2 ലക്ഷം രൂപ വർദ്ധിച്ചു. അദ്ദേഹത്തിന്റെ പേരിൽ വായ്പയൊന്നുമില്ല. സർക്കാരിൽ നിന്നുള്ള ശമ്പളവും ബാങ്കിൽ നിന്നുള്ള പലിശയും തന്റെ വരുമാന സ്രോതസ്സുകളായി അദ്ദേഹം പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വിഭാഗത്തിൽ താൻ 1978 ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം, 1983 ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റേഴ്സ് ഓഫ് ആർട്സ് പൂർത്തിയാക്കിയതായി പ്രധാനമന്ത്രി സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. തനിക്കെതിരെ ക്രിമിനൽ കേസുകളൊന്നും നിലവിലില്ല എന്നും അദ്ദേഹം പറഞ്ഞു. 1967 ഗുജറാത്ത് ബോർഡിൽ നിന്ന് പ്രധാനമന്ത്രി SSC പരീക്ഷ പാസ്സായി. യശോദാബെന്നിന്റെ പേരാണ് ഭാര്യയുടെ കോളത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ അവരുടെ വരുമാന സ്രോതസ് അറിയില്ല എന്ന് പരാമർശിച്ചിരിക്കുന്നത്. വാരണാസി മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായ 3ാം വിജയം തേടി മോദി ചൊവ്വാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, BJP അധ്യക്ഷൻ JP നദ്ദ, SBSP അധ്യക്ഷൻ ഓം പ്രകാശ് രാജ്ഭർ, LJP അധ്യക്ഷൻ ചിരാഗ് പാസ്വാൻ, ചന്ദ്രബാബു നായിഡു, ജിതിൻ റാം മഷ്കി, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ ഉൾപ്പെടെയുള്ള NDA നേതാക്കളുടെ ഒരു വലിയ സംഘത്തിനൊപ്പമെത്തിയാണ് മോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്.